പെഹൽഗാം ഭീകരാക്രമണത്തിന് ഏത് നിമിഷവും തിരിച്ചടിയുണ്ടാകുമെന്ന റിപ്പോർട്ടിനിടെ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ, സുരക്ഷാ, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. തുടർന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവർ തമ്മിൽ കൂടിക്കാഴ്ച. ഇതിനിടെ മുൻ ഉന്നത സൈനികോദ്യോഗസ്ഥരെയും വിരമിച്ച IPS, IFS ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി ദേശീയ സുരക്ഷാ ഉപദേശക സമിതി കേന്ദ്ര സർക്കാർ പുനഃസംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി. അതിനിടെ ഏത് നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് പറഞ്ഞ് UN ഇടപെടൽ തേടുന്ന, അതിർത്തിയിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പാകിസ്ഥാനെയും നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ നിർണായക യോഗത്തിന് ശേഷം അല്പസമയത്തിനകം നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം. തുടർ നീക്കങ്ങൾ എങ്ങനെയാകും, തിരിച്ചടി ഉടനും. ന്യൂസ് ഇവനിംഗ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ്. നമ്മൾ വാർത്താ സമ്മേളനത്തിൽ തത്സമയം പോകും. ഇപ്പോൾ നമുക്കൊപ്പം അതിഥികളുണ്ട്. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ PJ വിൻസെന്റ്, റിട്ടയർഡ് കേണൽ S. ഡിന്നി, പ്രതിരോധ വിദഗ്ധൻ ഡോക്ടർ മോഹനൻ പിള്ള, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് റിട്ടയർഡ് കേണൽ S. ഡിന്നിയിലേക്കാണ്. S. ഡിന്നി, ഇന്ന് നടന്ന യോഗങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെയും ഉന്നതതല യോഗങ്ങൾ ചേർന്നു. ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ചയായി മറ്റ് യോഗങ്ങൾ, വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ്. ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്നുള്ളത് എന്താകും? പാകിസ്ഥാനെതിരെ അതെ, ഇപ്പോൾ അശ്വിനി വൈഷ്ണവ് ഈ തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ്. വാർത്താ സമ്മേളനം മേജർ കോറിഡോർ ഫോർ नॉर्थ ईस्ट 22,864 करोड़ रुपीस का ये प्रोजेक्ट है. बहुत बड़ा प्रोजेक्ट है. दिस प्रोजेक्ट विल बी कंस्ट्रक्टेड अंडर हाइब्रिड एन्युटी मोड. There are 3 years of construction period and 15 years of operation period. Because of the northeast terrain, 19 major bridges, 153 minor bridges, 326 culverts, 22 underpasses, 26 vehicle overpasses, and 34 viaducts amounting to about 9 kilometers. बहुत ही complex project है, and this will become a major lifeline for the entire northeast. I'll come to the second decision. आप सब जानते हैं कि प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही किसानों के हित में बहुत फैसले लिए हैं, और जो ये ऐतिहासिक तीसरी टर्म है, इसमें तो मोदी जी ने एक के बाद एक किसानों के लाइवलीहुड को इम्प्रूव करने के लिए हर तरह के अच्छे फैसले लिए हैं. आज एक बड़ा फैसला हुआ है. शुगर केन सीजन 2025, इस सीजन के लिए फेयर एंड रेम्यूनरेटिव प्राइस शुगर केन का डिसाइड किया गया है. आप सब जानते हैं कि दिस इज द बेंचमार्क प्राइस below which sugar factories cannot purchase. That means they have to. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സംസാരിക്കുകയാണ്. അതിന്റെ നിർണായകമായ ഭാഗം എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ തിരികെ എത്തും. ഞാൻ ചർച്ചയിലേക്ക് പോകുന്നു. റിട്ടയർഡ് കേണൽ S. ഡിന്നി, ഞാൻ ചോദിച്ച ചോദ്യം, ഇന്നിപ്പോൾ നടന്നിട്ടുള്ള യോഗങ്ങൾ, ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട യോഗങ്ങൾ, എന്താകും ഇന്ത്യയുടെ തുടർ നീക്കം എന്നത് തീരുമാനിക്കുന്നതിൽ വളരെ നിർണായകമായ യോഗങ്ങളല്ലേ നടന്നു കഴിഞ്ഞത്? നമ്മൾ എന്താണ് കരുതേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ രാജ്യത്തുള്ളൊരു ക്രൈസിസ് വന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം ക്രൈസിസ് ഒരു ഭീകരവാദി അറ്റാക്ക് എന്ന് മാത്രമല്ല, കാരണം അതൊരു നമ്മുടെ രാജ്യത്തിന് തന്നെ മുറിവേൽപ്പിക്കാൻ ഉള്ള ഒരു ശ്രമമാണ്. അതായത് മതത്തിന്റെ പേരിൽ ഉള്ളിൽ തമ്മിലടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ക്രൈസിസ് എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ്. കാരണം അതിന് തിരിച്ചായിട്ട് നമ്മളൊരു മറുപടി നൽകണം. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു ചർച്ച ചെയ്ത്, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു പ്രധാനമന്ത്രി എങ്ങനെയാണ് എല്ലാ സൈന്യ മേധാവികളെടുത്തും ഡയറക്റ്റായിട്ട് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഒരാൾ അല്ലെ 2 പേര് മാത്രം ഒരു തീരുമാനമെടുത്ത് അതങ്ങ് നടപ്പാക്കുകയല്ല. എല്ലാവരുടെയും ഇൻപുട്സ് എടുക്കുകയാണ്. ഫൈനൽ ഡിസിഷൻ ഒരാൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരിക്കും. പക്ഷെ ഇൻപുട്സ് എല്ലാവരെയും എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ആ പൊളിറ്റിക്കൽ ഡിസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ധാരാളം നയതന്ത്ര ലെവലിലൊക്കെ ഉള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, എക്കോണമിക് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഇനി സൈനികമായിട്ടുള്ള എന്ത് നടപടിയാണ് വരാൻ പോകുന്നത്, അതിന്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്ലാനിങ്, ആ ഒരു രീതിയിലേക്കാണ്
ഡൽഹിയിൽ നടക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് രാജ്യത്തെ പല ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നതിന്റെ ഒരു നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം അതിൻ്റെതായിട്ടുള്ള ഒരു സീക്രസി ഉണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ. ബട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുവേണ്ടിയുള്ള ഇടയ്ക്കുള്ള മെസ്സേജിങ്ങും അത് പ്രൈം മിനിസ്റ്ററിന്റെ ഭാഗത്തു നിന്നായാലും ശരി, അത് മറ്റ് മീഡിയ എന്നുള്ള രീതിയിലായാലും ശരി, ആ മെസ്സേജിങ്ങും പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ തയ്യാറെടുപ്പും പോകുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സമയത്തിൽ പറയാൻ സാധിക്കൂ. ഡോക്ടർ മോഹൻ പിള്ള, ഇപ്പോൾ ഇതിൽ നമുക്കറിയാം ഈ ഉറി ആക്രമണം ഉണ്ടായി, അതിനുശേഷം പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇന്ത്യ അതിന് പ്രതിരോധം തീർത്ത് തിരിച്ചടി നൽകിയത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തവണ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്, കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്. നമുക്കൊട്ടും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഏറ്റവും സംയമനം പാലിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കാണ് ഇന്ത്യ ഇതുവരെ പോയിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കവും ഇല്ലതാനും. അപ്പോൾ ഇക്കുറി തിരിച്ചടി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഡോക്ടർ മോഹനൻ പിള്ള. നമ്മൾ വീണ്ടും ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ബാലാക്കോട്ട് മാതിരിയോ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ അവർ ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണെന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. പിന്നെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഇൻ ദ സെൻസ് യു സി ജനറൽ പത്മനാഭൻ ചീഫായിരുന്ന സമയത്ത് കാർഗിലിന് ശേഷം ഇഫ് യു റിമെമ്പർ മാസീവ് മൊബിലൈസേഷൻ നടന്നിരുന്നു. അതിന് പേരിട്ടത് ഓപ്പറേഷൻ പരാക്രം എന്നായിരുന്നു. ഐബോൾ ടു ഐബോൾ, അതായത് ഇന്ന് വാർ സ്റ്റാർട്ട് ചെയ്യും, നാളെ വാർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതി ഞങ്ങളൊക്കെ ഈ 4 ദിവസത്തേക്കുള്ള റേഷൻ വരെ റെഡിയാക്കി ഏത് ടൈമിൽ എപ്പോഴും പോകാൻ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കി ചെയ്ത് ബോർഡറിൽ കുത്തിയിരുന്ന ഒരു സമയമുണ്ടായി. അതായത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൺ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ മൊബിലൈസേഷൻ കപ്പാസിറ്റി അസസ് ചെയ്യാനും ഒരു ഡ്രില്ലും ഒക്കെ കൂടി ആവും ഇത്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. നല്ല രീതിയിൽ മൊബിലൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വളരെ ഇതിൽ തന്നെ ഇരിക്കുന്നു. ട്രൂപ്സിനെ മൊബിലൈസ് ചെയ്തിട്ടുണ്ട്, നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ ദ പോയിന്റ് എന്ന് പറയുന്നത് ദ അറ്റാക്ക് എന്നുള്ളത് പറയുന്നത് അത് എല്ലായ്പ്പോഴും ഉള്ളതുപോലെ അത്ര ഈസി ആയിരിക്കില്ല. കാര്യം ടാർഗറ്റ് അസിമുലേറ്റ് നമ്മൾ അവിടെ ചെന്ന് ഒരു 1 hour 2 hour ഒരു അറ്റാക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വന്നു എന്നിട്ട് ക്ലെയിം ചെയ്യുന്ന പരിപാടി കൊണ്ട് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ we have to that now things are move out of proportion. Entire world community is watching. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ബാലാക്കോട്ട് നടന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമ്മൾ അറിയുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് എപ്പോഴാണ് അറിഞ്ഞത്? ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ആണ് എല്ലാവരും ഈവൻ ദ മീഡിയ ആൻഡ് ഓൾ അറിയുന്നത്, എൻ്റെ ഔട്ട്സൈഡ് വേൾഡ് അറിയുന്നത്. അപ്പം ആക്ഷൻ അതുപോലെ ആയിരിക്കണം, സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ഏതൊരു അറ്റാക്ക് ആണെങ്കിലും സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാതെ, ഫണ്ടമെൻ്റൽ തിങ് എന്ന് പറയുന്നത് സർപ്രൈസാണ്. ആ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു അറ്റാക്ക് ഉണ്ടാവും തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? സർപ്രൈസ് ഇൻ ദ സെൻസ് എക്സാക്ട്ലി ദേ ആർ റണ്ണിങ് ഫോർ ദെയർ ലൈഫ്. അവർ അവസാനം, അതായത് വേൾഡ് ഓർഡറിൽ അവസാനമായിട്ട് പപ്പറ്റ് ആണെങ്കിലും പേപ്പർ ടൈഗർ ആണെങ്കിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു റോൾ മോഡലുണ്ട്. അതായത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഒരു 3rd വേൾഡ് വാർ വേണ്ട എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ഐക്യരാഷ്ട്ര സംഘടന UNO എന്ന് പറയുന്നത്. ഒടുവിൽ അവസാന നിമിഷത്തിൽ അവരവിടെയും പോയി അപ്പീൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ ഏതാണ്ട് ഏറ്റവും അധികം തന്നെ 36 മണിക്കൂറിന് ഞങ്ങളെ അടിക്കുമെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി, ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള രീതിയിൽ ആ ഒരു അപ്പീലുമായിട്ട് അവരവിടെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ അവസ്ഥയും നമുക്കത് മനസ്സിലാക്കാം. ഇത് ഈ 36 മണിക്കൂർ 24 മണിക്കൂറും ഐ എം നോട്ട് ഗോയിങ് ടു വിഷ്വലൈസ് അറ്റ് ഓൾ, ബട്ട് സർപ്രൈസ് വിൽ മെയിൻറ്റെയിൻ. അത് ഞാൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, വി വിൽ സ്ട്രൈക്ക് വെയർ ദേ ലീസ്റ്റ് എക്സ്പെക്റ്റഡ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അവരുടെ നമ്മുടെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. It can be by Navy, from naval side, maybe by Air Force, or even from Army itself. നമ്മൾ we are trying to occupy അവർ ഇത് ചെയ്തതുപോലെ ടെററിസ്ഥാന് കാർഗിൽ ചെയ്ത പോലെ നമ്മൾ അവരുടെ കുറച്ച് പോസ്റ്റ് ഒക്കുപ്പൈ ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ഏരിയ തന്നെ ഇത് ചെയ്യുക. അപ്പോഴായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു വാർമോങ്കറിങ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ടെൻഷനിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ ഇല്ല. ദേ ആർ ബാർക്കിംഗ് ആൻഡ് റണ്ണിങ്. ദേ ആർ റിയലി സ്കെയർഡ്.
പക്ഷേ അവർക്ക് ആ മാസീവ് മസ്റ്ററിങ് സപ്പോർട്ട് വേൾഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് അവർ രണ്ടാമത് ഇന്റേണൽ സ്റ്റെബിലിറ്റി, അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ വാർ കൺവെൻഷണൽ വാർ ഈസ് മെയർലി നോട്ട് പോസിബിൾ, ബിക്കോസ് പണ്ടത്തെ രീതിയിലുള്ള കൺവെൻഷണൽ വാർ അല്ല. പക്ഷേ ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് വരുന്നുണ്ട് കൺവെൻഷണൽ വാറിൻ്റെ. ഇന്ത്യ ആൻഡ് ടെററിസ്ഥാൻ തമ്മിലുള്ള അറ്റാക്ക് വരുമ്പം തീർച്ചയായിട്ടും ദ റോൾ ഓഫ് ടാങ്ക് അത് നമുക്ക് ഇപ്പോൾ പോലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു സ്റ്റേജിൽ വന്നിട്ടുണ്ട്, ടാങ്ക് വാർഫെയർ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ടെറൈൻ അങ്ങനെയാണ്. ഈവൻ പഞ്ചാബ് ആയാലും രാജസ്ഥാൻ ആണെങ്കിലും ആ ഒരു ഇതിൽ ഈവൻ ഗുജറാത്ത് കച്ച് ആൻഡ് ഭുജ് ഏരിയയിൽ ഒരു ഡോമിനൻസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാങ്ക് വാർഫെയർ തന്നെ വേണം. ആ ടാങ്ക് വാർഫെയർ നടക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് ടാങ്ക് എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. ബട്ട് നോർമലി നമ്മൾ ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ ബേസിക്കലി അഡ്വാൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ ടാങ്ക് വാർഫെയർ ഉണ്ടാവും. ആ ടാങ്ക് വാർഫെയർ ഇല്ലാതെ പറ്റില്ല. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുകയും ചെയ്യും. പിന്നെ ഞാൻ വീണ്ടും അതിലോട്ട് കൺവെൻഷണൽ വാറിലോട്ട് ഡീപ്പായിട്ട് പോകാത്തതിൻ്റെ ഒരു മുഖ്യ കാരണം സിവിൽ അഡ്മിനിസ്ട്രേഷന് ബോർഡർ സ്റ്റേറ്റിൽ വില്ലേജൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ നമ്മൾ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിനായിട്ട് വരാൻ പോകുന്നത് പാകിസ്ഥാനിൽ സിയാൽകോട്ട് ജമ്മുവിൽ നിന്ന് അടുത്തുള്ള പാകിസ്ഥാൻ സിറ്റി ടെററിസ്ഥാൻ സിറ്റി എന്ന് പറയുന്നത് സിയാൽകോട്ടാണ്. അപ്പം സിയാൽകോട്ടെ, കൊറ്റ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും മിസൈലൊക്കെ എയിം ചെയ്ത് വെച്ചിരിക്കുന്നത് പർട്ടിക്കുലർലി പഞ്ചാബ്, ഈവൻ ജമ്മു ആൻഡ് ഈവൻ രാജസ്ഥാൻ അങ്ങനെയുള്ള ആ ഏരിയയിലാണ്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷന് വാണിങ്ങുകളും ഇൻ കേസ് ഓഫ് എനി എക്സിജൻസി വാട്ട് ദ സിവിൽ പോപ്പുലേഷൻ ഹാസ് ടു ഡു, എന്താണ് സിവിൽ പോപ്പുലേഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മാസീവ് വാണിങ് നമ്മൾ വളരെ നല്ല രീതിയിൽ കൊടുക്കും, വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ. അപ്പം ആ ഒരു ലെവലിലോട്ട് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഒരു കാര്യം കൂടി, എൻ്റെ ഒരു സ്പെക്കുലേഷനാണ്. കാര്യം വിക്ടറി ഡേയിലോട്ട് പ്രൈം മിനിസ്റ്റർ പോസ്റ്റ്പോൺ അല്ല, പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ദാറ്റ് ഈസ് ഓൺ 7th or I think it is on 7th or 9th, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അപ്പം അത്രയും സമയമുണ്ട്. അപ്പോൾ ഇതിപ്പം ഇമ്മീഡിയറ്റ്ലി ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇവർ എന്തൊക്കെയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ബട്ട് നോട്ട് അറ്റ് ദി എർലിയസ്റ്റ് എന്നുള്ളത് നമുക്ക് ഒന്ന് വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ തോന്നുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോഴത്തെ ആ ഒരു സംഭവ വികാസങ്ങളിൽ നിന്നും കാര്യങ്ങളുടെയൊക്കെ കിടപ്പനുസരിച്ചിട്ടും തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട്, കാര്യം അവർക്ക് കുറച്ചുകൂടി പാനിക് ആവട്ടെ, ലെറ്റ് ദം ബി മോർ ആൻഡ് മോർ പാനിക്, സ്ലീപ്ലെസ് നൈറ്റ് അവരുടെ തുടങ്ങിക്കഴിഞ്ഞു, അവർ കുറച്ചുകൂടി അങ്ങ് സ്ലീപ്ലെസ് ആയിട്ടിരിക്കട്ടെ, ഇരുന്നതിന് ശേഷം ആ ഫാറ്റിഗ്യൂ അങ്ങ് ഡെവലപ്പ് ചെയ്യട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അപ്പോഴാണ് നമുക്ക് കാര്യം ഞാൻ പറഞ്ഞല്ലോ, കാര്യം നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഇന്ത്യ ഗോട്ട് ദ ഹാബിറ്റ് ഓർ ഈവൻ ട്രഡീഷൻ ഓഫ് സിവിലൈസ്ഡ് വാറാണ്. നമുക്കൊരിക്കലും അൺസിവിലൈസ്ഡ് വാർ ചെയ്ത ഒരു ചരിത്രം നമുക്കില്ല. അപ്പം ആ സിവിലൈസ്ഡ് വാറിലോട്ടാണ് വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്, വി ആർ എയിമിംഗ് ഫോർ ദാറ്റ്, where we generally follow civilized war, where we used to get the international community support, massive international community support. അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്, അത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് എല്ലായ്പ്പോഴും ടിൽ നൗ ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ട്, നമ്മളുടെ മദർലാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ഒരു ആംഗിളിലോട്ട് മാത്രം, അത് അൺസിവിലൈസ്ഡ് വാർ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ്യാമായിരുന്നു. ആ ടെററിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മേഴ്സി കൊണ്ട് സർവൈവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്നത്, ബിക്കോസ് ഓഫ് പ്യുവർലി അവർ മേഴ്സി, അല്ലാതെ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഒരു അൺസിവിലൈസ്ഡ് പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ അത് ഒരിക്കലും വിഷ്വലൈസ് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്, നോട്ട് അറ്റ് ദി ഏർലിയസ്റ്റ്. ബട്ട് ഡെഫിനറ്റ്ലി അവരെന്നല്ല, ജനറലി ഈവൻ മീഡിയ സ്പെക്കുലേഷൻസ്, പ്രൊപഗണ്ട വാർ, എൻ്റെയർ പബ്ലിക് ഒപ്പീനിയൻ, ഇതിലൊന്നും വരാത്ത രീതിയിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരിക്കും they will get. അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. അതെ, മെയ് 9 ഈ വിക്ടറി ദിന പരിപാടി. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം പ്രധാനമന്ത്രിക്ക് പകരം പ്രതിരോധ മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി പോകും എന്നുള്ളതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനു മുൻപ് അവസാനമായി യുദ്ധമുണ്ടായ സമയത്ത് നമ്മൾക്കറിയാം, കാർഗിലിൽ അന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊരു നുഴഞ്ഞുകയറ്റം ഉണ്ടായി. പിന്നീട് അതിന് കനത്ത തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞു. ഉറി ആക്രമണം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒപ്പം പുൽവാമയിൽ 2019 നടന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ബാലാക്കോട്ടിൽ ഏത് തരത്തിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത്.
ഇത്തവണ എന്താകും ചെയ്യാൻ പോകുന്നത് എന്നതിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്നത്. സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്ന് ആയിരിക്കും ചെയ്യുന്നത് എന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞതുപോലെ ഒരു സസ്പെൻസ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് എന്നത്. അവർ പരിഭ്രാന്തരാണ് എന്നതിൽ തർക്കമില്ല. ഈ പാതിരാത്രിക്കൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങളിതാ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ കരയുക തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ ഏറ്റവും കൂടിയൊരു ലെവലിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചിട്ട് ഏറ്റവും തന്ത്രപരമായൊരു നീക്കം ഇന്ത്യ നടത്തും. അങ്ങനെ തന്നെയാണോ താങ്കളും കണക്ക് കൂട്ടുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്? അങ്ങനെ തന്നെയാണ് ഞാനും കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് there is a calm before the storm. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയുടെ ഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിൽഡപ്പാണ് നടക്കുന്നത് സിവിലിയൻ തലത്തിൽ, സൈന്യത്തിൻ്റെ ഉന്നത തലത്തിൽ, അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ പ്രതിപക്ഷങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നു. നിരന്തരമായ കൂടിയാലോചനകൾ, ചർച്ചകൾ. ഇന്നൊരു പുതിയ കമ്മിറ്റിയുടെ രൂപീകരണം ഉൾപ്പെടെ വരികയാണ്. അപ്പം റിട്ടയർഡ് ചീഫിനെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി വന്നിരിക്കുന്നു. യുദ്ധസജ്ജമായി രാജ്യം നിൽക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സൈനിക മേധാവികളുമായി ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ സംസാരത്തിൽ 3 കാര്യങ്ങൾ വ്യക്തമായി രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വത്തോട് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. 1, രാജ്യം ഒരു തിരിച്ചടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. പാകിസ്ഥാന് ന്യായമായ, മാതൃകാപരമായ, ശക്തമായ തിരിച്ചടി നൽകണം എന്നാഗ്രഹിക്കുന്നു. അതിന് സൈന്യത്തിനുള്ള ഫ്രീ ഹാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാം. പക്ഷേ തിരിച്ചടി എന്നത് നയപരമായ ഒരു തീരുമാനമാണ്. 2, ഭാരതത്തിലെ ജനങ്ങൾക്ക്, രാഷ്ട്രീയ വ്യവസ്ഥിതിക്ക്, എൻറ്റയർ രാജ്യത്തിന് ഭാരതത്തിന്റെ സൈന്യത്തിലുള്ള വിശ്വാസം രാഷ്ട്രീയ നേതൃത്വം അടിവരയിട്ട് ഞാൻ താങ്കളിലേക്ക് തന്നെ തിരികെ എത്താൻ ഞാൻ ചോദിച്ച ചോദ്യം തന്ത്രപരമായ ഒരു ഇടപെടൽ ഇന്ത്യ നടത്തുകയും അത്തരത്തിലേക്കൊരു തിരിച്ചടി നടത്തുകയും ചെയ്യുക എന്നുള്ളതിലേക്ക് പോകും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് എന്നാണ്? അനുജ, അങ്ങനെ തന്നെയാണ് കരുതുന്നത്. തന്ത്രപരമായ ഇടപെടൽ, തന്ത്രപരമായ ഒരു മറുപടി, ശക്തമായ മറുപടി, പ്രതീകാത്മകമായ മറുപടി, രാജ്യത്തെ ജനങ്ങളുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു. ആ വികാരം ശമിപ്പിക്കുന്നതിന് കൂടി ഉതകുന്ന ഒരു നടപടി. ഇവിടെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ പ്രഭവ കേന്ദ്രം നമുക്ക് നന്നായി അറിയാം. ഒരിക്കൽ പോലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുമില്ല. അത് പാകിസ്ഥാൻ്റെ സൈന്യമാണ്. എല്ലാ കാലത്തും സ്വാതന്ത്ര്യാനന്തരം നാളിതുവരെ സിവിൽ ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗധേയം നിർണ്ണയിച്ചിരുന്നതും വിദേശ നയത്തിന് ഊട്ടും പാവും പാകിയതും ഒന്നും തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, മറിച്ച് സൈന്യമാണ്. അങ്ങനെയെങ്കിൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പാക് സൈന്യത്തിന് നേരിട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രഹരം, ഇപ്പോഴെല്ലാം തീവ്രവാദികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുതരം പ്രോക്സി വാറിലേക്കാണ് നിൽക്കുന്നത്. തീവ്രവാദികൾ ഊരും പേരുമില്ലാതെ നിൽക്കുകയാണ്. അവരിലേക്ക് അന്വേഷണം നീളുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ വിഷയം ഇന്റർനാഷണലൈസ് ചെയ്യുന്നു. പഹൽഗാമിൽ നടന്ന ആക്രമണം ഏതോ ഭീകരവാദികളുടെയാണ്, ഏതോ തീവ്ര വികാരക്കാരുടെയാണ്, ഒരുപക്ഷെ കാശ്മീരിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടേതാണ്, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെ സമീപിക്കുന്ന പാകിസ്ഥാന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അറിവും സമ്മതവും ഒത്താശയും എല്ലാം ഇതിന് പിന്നിലുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഭാരതത്തിൻ്റെ കൈവശമുള്ളപ്പോൾ അന്വേഷണം എന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് നീങ്ങുക എന്നത് വളരെ വലിയ സമയനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാം ബിഫോർ ദ സ്റ്റോം, കൊടുങ്കാറ്റിന് മുന്നുള്ള ശാന്തത ഇപ്പോൾ പുലരുന്നു. അതുകൊണ്ട് അറിയില്ല എപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നറിയില്ല. മുൻകാലങ്ങളിലുള്ള 3 ആക്രമണമാണ് നേരത്തെ അനുജ സൂചിപ്പിച്ചത്. ഒന്ന് കാർഗിൽ 99 നടന്ന ആക്രമണവും അടിയും തിരിച്ചടിയും. പിന്നീടുള്ളത് 2016 ഉറി ആക്രമണത്തിന് ബദലായി ഭാരതം പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നുകയറി നടത്തിയ കമാൻഡോ ഓപ്പറേഷൻ. 3, 2019 പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ടിൽ നടത്തിയ വ്യോമ ആക്രമണം. ഈ 3 ആക്രമണ രീതികളും തീർച്ചയായും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന രീതികൾ തന്നെയാണ്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, തികച്ചും നൂതനമായ സമയക്രമവും ഒരുപക്ഷെ ഇടവും തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു നാവിക ആക്രമണത്തിലേക്ക്
നീങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് എല്ലാ സേനാ വിഭാഗങ്ങളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് സർവ്വസജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, എന്നാൽ സമയക്രമത്തെക്കുറിച്ച് ആർമിക്ക് തീരുമാനമെടുക്കാം, സൈനിക വിഭാഗങ്ങൾക്ക് തീരുമാനമെടുക്കാം, രാഷ്ട്രീയ നേതൃത്വം അതിൽ നിന്നും ഡിസ്റ്റൻസ് ചെയ്യുകയാണ്, സകല സൗകര്യങ്ങളും. അതുകൊണ്ടാണ് മുഴുവൻ ഒരു ദൗത്യവും അകലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നാവികസേനയുടെ ഭാഗത്ത് ചില ചിത്രങ്ങളൊക്കെ ഇന്ന് രാവിലെ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്തും പ്രതീക്ഷിക്കാം, ഏത് തരത്തിലും നമുക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് കരുതാം എന്ന സൂചന കൂടിയായി അതിനെ കാണാം. തീർച്ചയായിട്ടും നാവികസേനയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു പ്രസ്താവന ഓർക്കണം. ആ നാവികസേനയുടെ ഒരു കപ്പലുകൾ ഒരു ചിത്രം ഇട്ടതിന് ശേഷം അതിന് അടിക്കുറിപ്പ് എന്ന നിലയിൽ ഇടുകയാണ്, ഒരു ദൗത്യവും അകലെയല്ല. അതേസമയം അത്ര വിശാലത ഒരു കടലിനുമില്ല. അതായത് പാകിസ്ഥാൻ നേവിയെ സംബന്ധിച്ചിടത്തോളം ജാഗ്രതയെ, അതായത് അറബിക്കടലിൻ്റെ ഒരു വലിയ മഹാപരപ്പ്, അത് ഇന്ത്യക്ക് പരമാവധി അത് ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന ഒരു ഫ്ലെക്സിംഗ് ഓഫ് മസിൽസാണ്. അതുകൊണ്ടൊരു നാവിക യുദ്ധം ഈ തരുണത്തിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല. അതിർത്തിയിലെ ചെറിയ പോരാട്ടങ്ങളോ അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒക്കെ ആകാം പാകിസ്ഥാന്റെ പ്രതീക്ഷകളിലുള്ളത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇപ്പം കറാച്ചി മേഖലയിലേക്ക്, ദക്ഷിണ പാകിസ്ഥാനിലേക്ക്, സമുദ്രതീരങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ സ്റ്റേറ്റ് ഈസ് അറ്റ് വാർ എന്നതാണ്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഔപചാരികമായി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധപ്രഖ്യാപനം പോലെയാണ് ഈ കടന്നുകയറി നിസ്സഹായരായ ഇന്ത്യൻ പൗരന്മാരെ 26 പേരെ കൊന്നു എന്ന് പറയുന്നത്. തീർച്ചയായും സിവിലിയന്മാർക്ക് നേരെ നടത്തിയ പാകിസ്ഥാന്റെ ആക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നയം രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ അപ്രതീക്ഷിതമായ ഒരിടത്ത് ഒരു പ്രതീകാത്മകമായ ഒരു ആക്രമണം, അത് സൈന്യത്തിന് വേദനിക്കുന്ന, എവിടെയാണ് സൈന്യത്തിന്? പാകിസ്ഥാൻ സൈന്യ തീവ്രവാദികൾക്കല്ല, തീവ്രവാദികളെ പലപ്പോഴും നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്, പക്ഷേ സൈന്യത്തിന് എവിടെയാണോ, പാക് പട്ടാളത്തിന്, പാക് സൈന്യത്തിന്, പ്രത്യേകിച്ച് കരസേനയ്ക്ക് എവിടെയാണോ വേദനിക്കുന്നത് അവിടേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നയപരമായ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിന്റെ സുരക്ഷാകാര്യ സമിതിയും പിന്നീട് ഒരു സൂപ്പർ ക്യാബിനറ്റും കൂടി അങ്ങനെ ഒരു തീരുമാനം, ആ തീരുമാനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. ആ രീതിയിലേക്കാണ് സാഹചര്യങ്ങളെല്ലാം തന്നെ അനുജ വിരൽ ചൂണ്ടുന്നത്. ശരി, ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം പാകിസ്ഥാന്റെ പല മന്ത്രിമാർ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അസാധാരണമായി തന്നെ പാതിരയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഇവർക്ക് പിന്തുണയൊന്നും ലഭിക്കാത്തത്? UN സ്വാഭാവികമായവർ പറയേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്, സംയമനം പാലിക്കണമെന്ന് പറയുന്നു, ഫോൺ വിളിച്ച് സംസാരിക്കുന്നു, അവരോടൊരു ഇടപെടൽ അങ്ങോട്ട് തേടിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്നതും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതുകൂടാതെ അമേരിക്കയും ഇപ്പോൾ ഇതേ ഭാഷയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, രണ്ടുപേരും സുഹൃത്തുക്കളാണ് എന്നൊക്കെ പിന്നീട് പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനപ്പുറത്തേക്ക് ഞങ്ങളെ ആക്രമിക്കാൻ ഇങ്ങനെ ഒരു രാജ്യം തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി ഇങ്ങനെ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ഒരു ലോകരാഷ്ട്രം പോലും ഇവർക്ക് പിന്തുണയുമായി പരസ്യമായി രംഗത്തേക്ക് എത്താത്തത്? ഒരു യുദ്ധത്തെക്കുറിച്ചാണല്ലോ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ പി ജെ വിൻസെന്റ്. അല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ലോകത്തിന് എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തെ വിറപ്പിച്ച ഭീകരവാദി അൽ ഖ്വയ്ദയുടെ തലവൻ അബോട്ടാബാദിൽ പാകിസ്ഥാൻ്റെ മണ്ണിലാണ് ISIയുടെയും പാക് മിലിറ്ററിയുടെയും സഹായത്തിൽ ജീവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. 2012 അബോട്ടാബാദിൽ വെച്ചാണല്ലോ ബില്ലാദിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ പാകിസ്ഥാനും ടെററിസവുമായിട്ടുള്ള ലിങ്ക് ഇന്ന് ലോകത്തിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യ സിവിലൈസ്ഡ് യുദ്ധമാണ് നടത്തുന്നത്, അതിൻ്റെ കാലം കഴിഞ്ഞു. കാരണം 1945 ശേഷം ഒരു കളക്റ്റീവ് സെക്യൂരിറ്റിയുടെ തലം ലോകത്തുണ്ടായിരുന്നു, കളക്റ്റീവ് മെഷർ ഫോർ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. രാജ്യങ്ങൾ പലതും ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്ക യുദ്ധത്തോടു കൂടി തന്നെ ദേശീയതയിലേക്ക് രാജ്യങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അതിൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കണം എന്ന സ്ഥിതിയിലേക്ക് ഒരു ബാലൻസ് ഓഫ് പവർ റെഷീം ലോകത്ത് പുതിയതായി രൂപപ്പെട്ടു വരികയാണ്. അതോടൊപ്പം പാകിസ്ഥാൻ വന്നിട്ടുള്ള തന്ത്രപരമായ ഒരു പെശക് അവസാനം പറയേണ്ട കാര്യം അവരാദ്യം പറഞ്ഞു എന്നുള്ളതാണ്. ലോകത്തിൽ ഇന്ന് ഒരു യുദ്ധത്തെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഏറ്റവും 100% സാധ്യതയുള്ള വിജയം വരിക്കാവുന്ന ഏക ഡെറ്ററൻ്റ് എന്താണ്? അത് ആണവായുധമാണ്. അണവായുധം പ്രയോഗിക്കും എന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ലോകരാജ്യങ്ങളും അതിനെതിരായിട്ട് രംഗത്ത് വരും. ഒരു ആണവ സംഘർഷമുണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കും. പാകിസ്ഥാൻ ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും സൈനികമായിട്ടോ നയതന്ത്രപരമായിട്ടോ പോലും റെസ്പോൺസ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഞങ്ങളൊരു ആണവ രാജ്യമാണെന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ പറഞ്ഞു.
അതൊരു വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ലോകരാജ്യങ്ങൾ അതിനെ മുഖവിലക്കെടുത്തില്ല എന്ന് മാത്രമല്ല അഗണ്യ കോടിയിൽ തള്ളിക്കളയുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു സംഘർഷമുണ്ടാകുകയും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉടൻ തന്നെ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ലോകത്തിലെ വൻ ശക്തികളും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതങ്ങനെയല്ല. തുടക്കത്തിൽ ഇന്ത്യൻ ഭാഗത്തു നിന്ന് പ്രതിരോധം, ഇന്ത്യയുടെ അറ്റാക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ്റെ സിവിലിയൻ നേതൃത്വവും അവിടുത്തെ സൈന്യവും വളരെ കൃത്യമായി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് അവരുടെ റെസ്പോൺസസ് വരുന്നത്. പണ്ടും ഞങ്ങൾ ഇത്തരം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവിടെ UK സഹായിച്ചിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സഹായിച്ചിട്ടുണ്ട്. ഭീകരതയെ ഞങ്ങൾ സഹായിച്ചത്, ഭീകരതയെ വളർത്തിയെടുത്തത് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിലുള്ള വിമർശനവും കൂടി അവർ ഉയർത്തുകയുണ്ടായി. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായി ഉയർത്തിയിട്ടുള്ള പ്രതിരോധം ആദ്യം തകർന്നത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിരുന്നു. ഈ സിവിലൈസ്ഡ് വാർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മാത്രം ഉദ്ദേശിച്ചാൽ ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ 1998 കാർഗിൽ ഇൻകേർഷനിൽ തിരിച്ചടി കൊടുത്തു എന്ന് പറഞ്ഞു. ഒരു തിരിച്ചടിയും കൊടുത്തില്ല. 1998 എന്താ സംഭവിച്ചത്? ഇന്ത്യയുടെ LOC ലംഘിച്ച് 12 കിലോമീറ്റർ അകത്തേക്ക് വന്ന പാകിസ്ഥാൻ സൈന്യത്തെ തിരിച്ചോടിച്ചു എന്നല്ലാതെ അതിന് പകരം എന്താ ചെയ്തത്? ഇന്ത്യൻ മണ്ണിൽ കയറി വന്ന ആളെ തൂക്കിയിട്ട് നമ്മുടെ അതിർത്തിക്ക് പുറത്തേക്ക് ഇട്ടു. പക്ഷേ ഇന്ത്യൻ മണ്ണിലേക്ക് 1972 സിംല കരാർ ലംഘിച്ച് LOC ലംഘിച്ച് ഈ 12 കിലോമീറ്റർ ഉള്ളിൽ വന്ന് ഇന്ത്യയിൽ നാശനഷ്ടമുണ്ടാക്കി നമ്മുടെ മണ്ണ് പിടിച്ചെടുത്തതിന് തിരിച്ചടി അതല്ലല്ലോ. തിരിച്ചടി അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതല്ല. പകരം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല. പല ഘട്ടങ്ങളിൽ എടുത്തു നോക്കിയാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നു. പാകിസ്ഥാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന യുദ്ധത്തിൽ ടെറിട്ടോറിയൽ ഗെയിൻ ഉണ്ടായതൊക്കെ വളരെ ഉന്നതമായ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് തിരിച്ചു കൊടുത്ത് യുദ്ധം അവസാനിക്കുന്ന, സംഘർഷം അവസാനിപ്പിക്കുന്ന സാഹചര്യമല്ലേ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പം അത് തന്ത്രപരമായി ശരിയല്ല. ഏതൊക്കെ തലത്തിൽ ഇത് സിവിലൈസ്ഡ് ആണ്, അത്യുന്നതമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇക്കുറി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കൂടി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഈ രാജ്യം എക്കാലത്തും നിരന്തരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അക്രമം സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നേരത്തെ മവൻ വർഗീസ് സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇത് പാകിസ്ഥാൻ മാത്രമല്ല, നേവി ഇടപെടാതെ ഇനി ഒരു സ്ട്രൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യയുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയിൽ പാകിസ്ഥാനിലെ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗ്വദാർ തുറമുഖം, ശ്രീലങ്കയിൽ നിന്ന് ചൈന 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഹമ്പൻടോട്ട തുറമുഖം, ജിബൂട്ടിയിൽ ചൈനയുടെ തുറമുഖം, ജിബൂട്ടി, ഹമ്പൻടോട്ട, ഗ്വദാർ ഒരു നാവിക ലൈൻ രൂപപ്പെടുത്തിയിരിക്കുന്നു ചൈന. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുറ്റി വളയാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ നിൽക്കുന്നത്. അതോടൊപ്പം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ത്യ സമുദ്ര മേഖലയിൽ പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് തന്ത്രപരമായ മേഖലയിൽ നിലയുറപ്പിച്ച് സ്ട്രിങ് ഓഫ് പേൾസ് എന്ന പേരിൽ ഇന്ത്യയെ കണ്ടെയ്ൻ ചെയ്യാൻ നടത്തുന്ന ചൈനയുടെ ശ്രമങ്ങളെ കൂടി തകർക്കുന്ന രീതിയിൽ ആയിരിക്കും ഇന്ത്യയുടെ ഇടപെടലുണ്ടാവുക. അത് ആ മേഖലയിൽ മാത്രമല്ല, മലാക്ക സ്ട്രെയിറ്റ് വഴി ഇന്ത്യൻ ബംഗാൾ ഉൾക്കടലിലേക്ക് കടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടൽപ്പാതയാണത്. ദക്ഷിണ ചൈന സീയിലേക്ക് പോകുന്നത് മലാക്ക സ്ട്രെയിറ്റ് വഴിയാണ്. നമ്മുടെ പോർട്ട് ബ്ലെയറിൽ നിന്ന് വളരെ അടുത്താണ് ഈ പ്രദേശം. ആ മേഖലയടക്കം നിയന്ത്രണത്തിലാക്കുന്ന രൂപത്തിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന രീതിയിലേക്ക് നാവിക മേഖലയിൽ ഇന്ത്യൻ മേധാവിത്വം ഉറപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുണ്ടാവും. അതുണ്ടാവുന്നത് ഒരുപക്ഷെ ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ നാവിക സുരക്ഷിതത്വത്തിന് അത് അനിവാര്യമാണ്. ആ രീതിയിലുള്ളൊരു നീക്കമുണ്ടാകും. അതോടൊപ്പം പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇന്ത്യയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരും തമ്മിൽ ലൈൻ ഓഫ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇൻ്റർനാഷണൽ ബോർഡറില്ല. ആ ഇൻ്റർനാഷണൽ ബോർഡർ ഇല്ലാത്തതുകൊണ്ട് ലൈൻ ഓഫ് കൺട്രോൾ പൂർണ്ണമായി യുദ്ധമേഖലയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലൊരു നടപടി എടുക്കാനായിട്ട് ഇന്ത്യക്ക് ഒരു അന്താരാഷ്ട്ര രാജ്യങ്ങളുടെയോ മറ്റേതെങ്കിലും കരാർ ലംഘനത്തിൻ്റെയോ ഒന്നും പശ്ചാത്തലമില്ല. കാരണം വെടിനിർത്തൽ കരാറിൽ, സിംല കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അവർ പിൻവാങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം നടപടികൾക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു പ്രയാസവുമില്ല. ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ബോർഡർ നിലനിൽക്കുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് മേഖലയിൽ ഒരു പക്ഷേ യുദ്ധമുണ്ടാവണമെന്നില്ല. പക്ഷേ ലൈൻ ഓഫ് കൺട്രോൾ
പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാകും. നിരന്തരമായി ലൈൻ ഓഫ് ഫയറായി അതിനെ നിലനിർത്തുകയാണ് പാകിസ്ഥാൻ. അത് മറികടന്ന് തന്നെ പോകും. അതോടൊപ്പം ഇൻഡസ് വാട്ടർ ട്രീറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഗോ ടുഗദർ എന്നിട്ടുള്ള നിലപാടിൽ ഇന്ത്യ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ, ഇതിനു മുമ്പുള്ള കിഷൻ ഗംഗ ഇതിനു മുൻപ് അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അതിലേക്ക് പോയിരുന്നില്ല, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയില്ല. പക്ഷെ ഇപ്പോഴാണ് അത് മരവിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ പോയത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അങ്ങനെ ഇതുവരെ കൈക്കൊള്ളാത്ത ചില കാര്യങ്ങളിലേക്ക് ഇതിനോടകം തന്നെ പോയ പശ്ചാത്തലത്തിൽ ഇനി എന്ത് എന്നതാണ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇതുവരെ കാണാത്ത രീതിയിലേക്കാകും ആ തിരിച്ചടി പോവുക എന്ന്. ശ്രീ എസ് ഡിന്നി, ഇപ്പോൾ ഈ ചൈനയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ പറഞ്ഞാൽ, ചൈനയാണ് പിന്തുണയുമായി പാകിസ്ഥാന് എത്തിയിട്ടുള്ള ഒരു രാജ്യം. അതിൽ അത്യാധുനിക മിസൈലുകളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം ചൈനയ്ക്ക് എന്താണ് പ്രശ്നം. ഇന്ത്യയോടുള്ള ചൈനയുടെ പ്രശ്നം നമുക്കറിയാം. പക്ഷെ പാകിസ്ഥാനോടുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, അവർക്ക് മറ്റ് പല കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, മറ്റൊന്ന് ഇന്നിപ്പോൾ പുറത്തു വന്നത് ഈ തീവ്രവാദികൾ ഉപയോഗിച്ചതൊക്കെ ചൈനീസ് വാർത്താവിനിമയ സംവിധാനങ്ങളാണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് NIA കണ്ടെത്തിയതായി പുറത്തു വന്നതാണ്. സാറ്റലൈറ്റ് ഫോൺ ഉൾപ്പെടെ അത് ചൈനീസ് ഉപകരണങ്ങളാണ്. ഇന്ത്യയിൽ നിരോധിച്ച ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ചൈന എങ്ങനെയാണ് ഈ കാര്യത്തിലൊക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എന്നതിൻ്റെ കൂടി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ PJ വിൻസെന്റും അതുപോലെ തന്നെ ഈ ഡോക്ടർ മോഹൻ വർഗീസും ഒക്കെ പറഞ്ഞ രീതിയിൽ നാവികസേനയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടൽ ഇത്തരുണത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ചൈനയ്ക്ക് കൂടി ഒരു തക്കതായ മറുപടി നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യ ആക്ട് ചെയ്യും എന്ന്? ശ്രീ PJ വിൻസെന്റ് പറഞ്ഞ പല കാര്യങ്ങളിലും ഞാൻ യോജിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ സിവിലൈസ്ഡ് യുദ്ധത്തിനെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എഗ്രി ചെയ്യുന്ന കാര്യമാണ്. ബിക്കോസ് അതൊക്കെ ഒരു ഫാൾസ് നോഷനാണ്. സിവിലൈസ്ഡ് വാർ എന്നൊക്കെ പറയുമ്പം അത് ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പം മറ്റൊരു രാജ്യം അൺസിവിലൈസ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ തിരിച്ച് നമ്മൾ അതേ രീതിയിൽ കാണിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് ഇത് എന്താ പറയുക, ഇപ്പോഴും നമ്മളത് നമുക്ക് ഇത്രയും ആക്ഷൻസ് നമ്മളെ രാജ്യത്തിനുള്ളിൽ നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്കൊന്ന് കുറെ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ ആ കാര്യം വിട്ട് ഇപ്പൊ പാകിസ്ഥാന്റെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നു. അതിനകത്ത് നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ ഡെഫിനറ്റ്ലി പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. സോ അത് അതിന്റെ ഭാഗം. പക്ഷേ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതും അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനകത്തും ഡെഫിനറ്റ്ലി നേവിയുടെ ഒരു റോൾ കാണുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് സർഫേസിന്റെ മേളിൽ നിന്നാണോ അതോ അണ്ടർ സർഫേസ് ആണോ എന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നേവിയുടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രേറ്റ് അവേ ഈ എസ്കലേഷൻ ലാഡർ എന്ന് പറയുന്നത് വലിയൊരു എസ്കലേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 2-3 കാരണങ്ങളാണ്. ഒന്ന്, ഈ നമുക്കറിയാം ഗ്വാദർ പോർട്ടായാലും ശരി, കറാച്ചി പോർട്ടായാലും ശരി, ഇതൊക്കെ വേണമെങ്കിൽ നേവിക്ക് ബ്ലോക്കേഡ് ചെയ്യാം. അതായത് നേവിക്ക് വെളിയിൽ നിന്ന് ആരെങ്കിലും വരാത്ത രീതിയിലേക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഇന്റർനാഷണൽ പ്രഷർ ഭാരതത്തിൽ വരും. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ നിന്നിട്ടാണ് ഇവരെ നേവിയിൽ നിന്നാണ് ഇതൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിയർ ഒരു യുദ്ധം തന്നെയാണ്. പിന്നെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. മൂന്നാമതായിട്ട് ഈ സ്ഥലത്ത് ശ്രീ PJ വിൻസെന്റ് പറഞ്ഞ പോലെ, വളരെ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ, ഈ ഗ്വാദർ പോർട്ടിലൊക്കെ ചൈനീസ് പ്രസൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അസറ്റ്സിനെയും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചൈനയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു രീതിയിലേക്ക് മാറും. കാരണം നാച്ചുറലി ഇപ്പൊ നമ്മുടെ ബോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷിപ്പോ ഏതെങ്കിലും ഒരു രാജ്യം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കണക്കാണല്ലോ. അപ്പോൾ ഓൾറെഡി ചൈനയും നമ്മളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ട്. അത് ബോർഡറിൽ വലിയൊരു പ്രശ്നത്തിന്റെ പരിഹാരം പോലെ ഇപ്പോൾ ഫുള്ളി കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു ടെമ്പററി സീസ് ഫയർ എന്നുള്ള നിലയിൽ മാത്രമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നിൽക്കുന്നത്. പക്ഷെ വീണ്ടും സ്ഥിതി തിരിച്ച് നോർമലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു നമുക്കറിയാം. ആ ഒരു അവസരത്തിൽ ചൈനീസ് അസറ്റ്സിനെയും കൂടെ നമ്മൾ ടാർഗറ്റ് ചെയ്താൽ അതിന്റെ ഭവിഷ്യത്വം എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാലാമതായിട്ട് ഈ ഒരു ഏരിയ, ഇത് ഇന്റർനാഷണൽ സീ ലൈൻ, ധാരാളം സിവിൽ, അതായത് മറ്റ് രാജ്യങ്ങൾക്ക് ഈ ചരക്കൊക്കെ പോകുന്ന വലിയൊരു റൂട്ടാണ്. ഏകദേശം 80% ഓയിലും മറ്റു കാര്യങ്ങളൊക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പോകുന്ന ഒരു റൂട്ടാണ്. അപ്പൊ ഇവിടെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ, ഈ ഒരു സീ ലൈനിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഇന്റർനാഷണൽ ആയിട്ട് വലിയ റാമിഫിക്കേഷൻസ് വരും. നമുക്കറിയാം സൊമാലിയയിൽ പോലുള്ള പൈററ്റ്സ് അവരുടെ ഒരു ചെറിയ ബോട്ടുകൾ വെച്ച് തന്നെ അവരെന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പൊ നമ്മളെ പോലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൺട്രി, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേവി അവിടെ ചെന്ന് നമ്മൾ അങ്ങനത്തെ ലെവലിലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് വലിയ രീതിയിലേക്കുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഭാരതം തന്നെ പോകാൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്നുള്ളത് കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഡെഫിനറ്റ്ലി ചൈനയെ സംബന്ധിച്ചുള്ള ചൈന ഹാൻഡിൽ ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു, ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഭാരതവും ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഭാരതം ധാരാളം ഫോറിൻ ഡിഗ്നിറ്ററീസിനെ വിളിച്ചിട്ട് നമ്മളൊരു ബ്രീഫിംഗ് കൊടുത്തിരുന്നു.
2019 ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നമ്മൾ ചൈനീസിനെ വിളിച്ചില്ലായിരുന്നു, ചൈനീസ് ഡിപ്ലോമാറ്റ്സ്. പക്ഷേ ഈ പ്രാവശ്യം മെനഞ്ഞാന്നങ്ങാണ്ടാന്ന് തോന്നുന്നു, അല്ല 3-4 ദിവസം മുമ്പാണ് അതിന്റെ ബ്രീഫിംഗ് ചെയ്ത ചൈനീസിനെ നമ്മൾ വിളിച്ചിരുന്നു. അവരും വന്ന് നമ്മളെ ബ്രീഫിംഗ് കേട്ടു, നമ്മൾ എന്താണ് പറയുന്നതെന്ന് അവർ കേട്ടിട്ടാണ് അവർ പോയത്. അതുകൊണ്ടാണ് അവർ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു പാകിസ്ഥാൻ നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്, വർഷങ്ങളായിട്ട് വളരെ സ്ട്രോങ് റിലേഷൻ ആണ്. ഇപ്പം ഇവിടെ നടക്കുന്നത് ഒരു പരിഹാരം കാണണം. അതുപോലെ തന്നെ പാകിസ്ഥാൻ പറയുന്ന ഒരു പ്രപ്പോസൽ, അതായത് ജോയിന്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ നല്ലതായിരിക്കും എന്നുള്ളതിനകത്ത് അവരും സമ്മതിക്കുന്നു. അതല്ലാതെ ഒരു ആന്റി ഇന്ത്യ രീതിയിലുള്ള ഒരു സപ്പോർട്ടും അവർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരു ചൈനയെ നമ്മൾ അവരുടെ അസറ്റ്സിനെ ഗ്വാദറിലോ മറ്റു സ്ഥലത്തൊക്കെ ടാർഗറ്റ് ചെയ്താൽ അത് നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ചിലപ്പം വേറൊരു ഫ്രണ്ട് തന്നെ തുറക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലേക്ക് പോകുമോ എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ പോകുമോ ഇല്ലയോ നമുക്ക് അത് ചിന്തിക്കുന്നു. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഞാനും ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുന്നു, നേവിയുടെ റോള് കാണുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം അവിടെ ഒരു സർപ്രൈസ് എലിമെന്റ് ഉണ്ട്. ചിലപ്പം നമ്മൾ നേവിയെ ഫുൾ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് നേവി. അതായത് ഒരു ഡയറക്റ്റ് അറ്റാക്ക് അല്ലാതെ തന്നെ മറ്റു രീതിയിലേക്ക് മറ്റ് പാകിസ്ഥാനി അസറ്റ്സിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനി ആർമിയെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ അതിനെ ഒരു കൺട്രോൾഡ് ആയിട്ട് ആയിരിക്കുമെന്ന് മാത്രമേ ഇപ്പം പറയാൻ സാധിക്കൂ. ഈ ഒരു ലെവലിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്. അതെ, ഡോക്ടർ മോഹൻ പിള്ള, ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് പരിശോധിച്ചാൽ അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന ഈ ഇപ്പോൾ വെടിനിർത്തൽ കരാർ ലംഘനം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ ഞങ്ങളെ ഇതാ ആക്രമിക്കാൻ വരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ് കരയുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും അവിടെ സ്ഥിരമായി നമ്മൾ ഈ കശ്മീർ എന്നത് എപ്പോഴും പാകിസ്ഥാൻ ഏത് തരത്തിലാണ് അവർ പിടിവള്ളിയാക്കി മാറ്റിയിട്ടുള്ളതെന്ന് നമുക്കറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും അവിടെ ഒരു അനിശ്ചിതാവസ്ഥ വരുന്ന സമയത്ത് അവർ കശ്മീരിൽ കയറി പിടികൂടുക എന്നുള്ളത് ഇപ്പോൾ അത് ഏറ്റവും അനിവാര്യമായ, വേണമെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പടിഞ്ഞാറ് ബലൂചിസ്ഥാൻ, അത് ബലൂച്ച് ലിബറേഷൻ ആർമി, അതുപോലെ തന്നെ തെഹ്രീക്ക താലിബാൻ, ഇതിനോടൊക്കെ പടവെട്ടി ക്ഷീണിച്ചു നിൽക്കുന്ന ഒരു പാകിസ്ഥാൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഈ സൈനിക മേധാവി എടുക്കുന്ന ചില നിലപാടുകൾ, ഇത് ജൂഗുലാർ വെയിൻ ആണ് എന്ന് പറയുകയാണ്. കശ്മീർ സ്വത്വത്തെക്കുറിച്ച് പറയുന്നു, ഇന്ത്യയും പാകിസ്ഥാനും ഡിഫറൻ്റ് ആണ്, അപ്പോൾ എങ്ങനെയാണ് കശ്മീരിനെ മറ്റൊരാൾക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ കണ്ടത് എന്നും നമുക്കറിയാം. ഈ അസീം മുനീർ എവിടെ എന്നുള്ള ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്നു. കുടുംബസമേതം നാട് വിട്ടോ എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണോ, റാവൽപിണ്ടിയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം എന്നുള്ളതും നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലേക്കല്ലേ. അവിടുത്തെ സൈനിക മേധാവിയുടെ കാര്യത്തിൽ പോലും ഇതൊക്കെയാണ്. വളരെ തമാശയാണ് ആലോചിച്ച് നോക്കുമ്പോൾ. കേൾക്കുന്ന ഓരോ വാർത്തയും ഇത്തരത്തിലേക്കുള്ളതാണ് എന്നതാണ്. മിസ്സിംഗ് ഇൻ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൂടാതെ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടുകയാണ് സമൂഹ മാധ്യമത്തിലൊക്കെ. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതും, ഇത്രയധികം പരിതാപകരമായൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്നത്, എന്താണ് അവിടുത്തെ സാമ്പത്തികാവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഈ സൈന്യം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ഇത്രയും നിരപരാധികളുടെ ജീവൻ എടുത്ത് പോയിട്ട് അവിടെ സംഭവിക്കുന്നതൊക്കെയാണ്. അത് തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്റിൽ ആകുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ അതിനെ കാണുന്ന ഒരു പ്രൊപഗണ്ട എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു കൺട്രിയുടെ ചീഫ് വിദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി അല്ല ആ ആൾ തന്നെ എപ്പോഴും അപ്പിയർ ചെയ്യണമെന്നുള്ളത്. അയാൾ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അത് AI ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷെ അങ്ങനെ പോലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേൾക്കാത്തതാണ്. ഇത് എന്തുകൊണ്ട് ഇക്കുറി കേൾക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ മോഹനൻ പിള്ള. അല്ല, ഇത് ഒരു ചീഫ് നേരെ വന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതില്ല. അദ്ദേഹം വന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ ആസിഫ് ടെററിസ്റ്റ് ആൻഡ് ജനറൽ എന്ന് പറയുന്നതാണ് ഒരു കീ സ്റ്റോൺ എന്ന് പറയുന്നത്. ഹീ ഈസ് ദ വൺ ഹൂ ഇനിഷ്യേറ്റഡ് ഒരു ഇഗ്നൈറ്റ്സ്, അതായത് അത് തുടങ്ങി വെച്ചു ആളാണത്. എല്ലാവർക്കും വേണ്ട രീതിയിൽ ജിഹാദ് കുത്തിവെച്ച് ഇൻഡോക്ട്രിനേഷൻ നല്ല രീതിയിൽ നടത്തി, അതായത് ഈ എന്താ പറയണേ, ഇഞ്ചി തിന്ന കുരങ്ങൻ്റെ മാതിരി എല്ലാവരും കുരങ്ങന്മാരുടെ മാതിരി എല്ലാം ആക്രോശിച്ച് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ പാക് റേഞ്ചേഴ്സിനെ പുറകോട്ട് വലിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വി കോൾ ഇറ്റ് ആസ് എ സർപ്രൈസ് തരാനായിട്ട്. ഓക്കെ, ചീഫ് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട്, ഹി വിൽ ബി ദെയർ, ഹി ഈസ് ദെയർ, വി ഹാവ് ടു പെർസ്യൂം ലൈക്ക് ദാറ്റ്. അത് അങ്ങനെ പറ്റൂ. ഒരു കാരണവശാൽ അത് പ്രൊപഗണ്ട വാർഫെയർ ആണ്. അതായത് മൊറൽ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങളുടെ ചീഫ് എവിടെ,
അല്ലെ ഞങ്ങളുടെ ചീഫ് ഇവിടെ ഉണ്ട്, ഇത് മൊറാൽ ഡൗൺ ചെയ്യാനായിട്ടുള്ള പ്രൊപഗണ്ടയാണത്. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുന്നു. ബിക്കോസ് ഡോക്ടർ വിൻസെൻ്റ് ഹി ഓൾറെഡി എക്സ്പ്ലെയിൻ ദാറ്റ് മീൻസ് ദ കാർഗിൽ വാസ് എ കൈൻഡ് ഓഫ് നമ്മളൊന്നും അതുകൊണ്ട് നേടിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ, വിച്ച് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി ഫെയർ ആസ് സച്ച്. ഐ തോട്ട് കേണൽ ഡിന്നി വിൽ സേ ആൻസർ ടു ദാറ്റ്, വെയറാസ് ഹി ആസ് ഓൾസോ എഗ്രീയിങ് ടു ദാറ്റ്. അതായത് കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഓഫ് കോഴ്സ് ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അവർ നമ്മുടെ ബങ്കറിൽ വന്നിരുന്നു, നാം ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബാറ്റിൽ ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈറ്റ് ഒക്കുപ്പൈ ചെയ്യുന്ന ആരാണോ അവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതും. അപ്പോൾ അവരത് ഒക്കുപ്പൈ ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ ത്രെട്ടൺ ചെയ്തു. there comes a civilized war because അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഡോക്ടർ വിൻസെന്റ് വി നെവർ ക്രോസ്ഡ് LOC, ഒരു ഇഞ്ച് പോലും LOC ക്രോസ് ചെയ്യാതെ നമ്മുടെ മുന്നിലുള്ള ടാർഗറ്റിനെ സിവിലൈസ്ഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മണിക്കൂർ വേണ്ട കാർഗിൽ എതിർക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് ദ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ആർ ഓൾവേസ് അണ്ടർ ദ ഗവൺമെന്റ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മാതൃ രാജ്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഡിഫൻസ് ഫോഴ്സ് ആണത്. നമ്മൾ ഒരിക്കലും ഇപ്പം വെസ്റ്റ് പോയിന്റ് ആണ് അമേരിക്കൻ ആംഡ് ഫോഴ്സസിന്റെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത്. വെസ്റ്റ് പോയിന്റിലെ സിലബസിൽ ഒരു സിലബസ് ഓഫീസേഴ്സിനെ പഠിപ്പിക്കുന്നത് കാർഗിലാണ്, ഹൗ ഇന്ത്യ അച്ചീവ്ഡ് എന്നുള്ള ടോപ്പിക്ക്. ആ കാർഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ആ ഒരു പോളിസി ഫോളോ ചെയ്തു. ആ പോളിസി ഫോളോ ചെയ്തത് കൊണ്ടാണ് നമ്മളത് വിക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ഒക്കുപ്പൈ ചെയ്ത് വീണ്ടും ഇത് ചെയ്യുന്നത്. നമ്മൾ അവിടെയും നമ്മൾ സംയമനം പാലിച്ചത്. ആ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്ന ശബ്ദം അതാണ്, മോഡൽ അതാണ്. കാര്യം നമ്മൾ ടെററിസ്ഥാന്റെ സ്ഥലം ഒന്നും ക്യാപ്ചർ ചെയ്തില്ല. ക്യാപ്ചർ ചെയ്യാതെ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ സ്ഥലം കിട്ടുക. ഡിവിഷൻ പാർട്ടീഷൻ നടന്ന സമയത്ത് റാഡ്ക്ലിഫ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, ആ ലൈൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഇന്ത്യ ആൻഡ് ടെററിസ്ഥാൻ ഇത് രണ്ടും കൂടിയുള്ളത്, അത് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതുപോലും കിട്ടുന്നില്ല. അതൊക്കെ ഓരോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് കൊണ്ട് പോയതാണ് കയ്യിൽ നിന്ന്. പക്ഷേ ആ ഒരു പോയിന്റിൽ മാത്രം ഐ വിൽ ഡിസഗ്രി ബിക്കോസ് ഓഫ് ദി കാർഗിൽ അങ്ങനെ വന്നതുകൊണ്ട്. എന്നിട്ടും ഒരു ലോകരാഷ്ട്രത്തിനും ഒരു ഡിഫൻസ് ഫോഴ്സസിനും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വി വോൺ അൾട്ടിമേറ്റ്ലി. ഇത്രയും ദുഷ്കരമായിട്ടുള്ള ഹൈറ്റ്സ് എല്ലാം റീക്യാപ്ചർ ചെയ്തു, അവരെ അവിടെ നിന്ന് തുരത്തി. ടെററിസ്ഥാൻ ഡിഫൻസ് ആർമി ചീഫിന്റെ സ്വപ്ന പദ്ധതികളെല്ലാം പാടെ തകർത്തു. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും. പക്ഷേ അപ്പോഴും നമ്മൾ സംയമനമാണ്. ഇഫ് യു ജസ്റ്റ് റിമെമ്പർ, കാർഗിലിൽ നമ്മൾ ഫോർട്ട് ചെയ്ത ഒരു 10% ഓഫ് ദി ഡിഫൻസ് ഫോഴ്സസ് വെർ ഓൺലി എൻഗേജ്ഡ് there. Rest of the defense forces were not there. We were active, of course, no doubt into it. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ലോകത്തിന് മാതൃകയായിട്ടുള്ള രീതിയിൽ മാത്രമേ ഡിഫൻസിന്റെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളൂ. ആ ഇടപെടലുകൾ എല്ലായ്പ്പോഴും ശ്ലാഘനീയമാണ്. ഇന്നു വരെ ഒരു ലോകരാജ്യം പോലും ഇന്ത്യൻ ആർമിയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇൻഹ്യൂമൻ വേയിൽ എന്തെങ്കിലും ചെയ്യും. ഒരു ഘട്ടത്തിലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്ന ഇന്ത്യ ജഡ്ജിയും ആരാച്ചാരും ഒക്കെ ഒരേ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഭീകരവാദത്തിന് ഇരയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുകയാണ്. ഇതിലിപ്പോൾ ഹാഷിം മൂസ എന്ന തീവ്രവാദി ഈ ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ്. അതുകൂടാതെ ആദിൽ തോക്കറുണ്ട്, ആസിഫ് ഷെയ്ഖ് ഉണ്ട്. ഇതിൽ ഈ ഹാഷിം മൂസ ആരാണ്? അയാൾ പാകിസ്ഥാന്റെ ഒരു കമാൻഡോ ആയിരുന്നു എന്നതാണ്. കൂടാതെ പലതരത്തിൽ അയാൾ പല ഘട്ടങ്ങളിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും പ്രധാനം, ഈ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും തെളിവ് എവിടെയെന്ന് പാകിസ്ഥാൻ ചോദിച്ചത് നമുക്കറിയാം. പിന്നീട് അജ്മൽ കസബിനെ തെളിവ് ജീവനോടെ പിടിച്ച് ഹാജരാക്കിയ സമയത്ത് അവർ പ്രതിരോധത്തിലായതും നമുക്കറിയാം. ഇവിടെയും ജീവനോടെ തന്നെ ഈ ഹാഷിം മൂസയെ പോലെയുള്ളവരെ പിടികൂടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ ഈ ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച്? ചെറിയ മറുപടി. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനുജ. ജീവനോടെ ഈ രക്ഷപ്പെട്ടു പോയ, ഇപ്പോൾ മലനിരകളിൽ ഒളിച്ചു കഴിയുന്ന 7 ഭീകരരെ ജീവനോടെ, അതിൽ 2-3 പേരെയെങ്കിലും ജീവനോടെ ഹാജരാക്കാൻ കഴിയുകയും നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തമായ പാകിസ്ഥാൻ്റെ തെളിവിനെക്കുറിച്ച് ആധികാരികത ലഭിക്കൂ. ഇപ്പോൾ തന്നെ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് പാകിസ്ഥാൻ ജനറൽ നടത്തിയ പ്രഭാഷണങ്ങൾ, പാകിസ്ഥാൻ്റെ ചില മന്ത്രിമാരുടെ ചില ജൽപ്പനങ്ങൾ എല്ലാം തീർച്ചയായും തെളിവിലേക്കാണ് വിരൽ ചൂണ്ടത്. എന്നിരുന്നാലും ദർ ഇസ് നത്തിങ് ലൈക്ക് ഡയറക്റ്റ് ലിങ്ക്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കൊരു വലിയ യുദ്ധത്തിലേക്കോ ആക്രമണത്തിലേക്കോ നീങ്ങുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രെഡിബിലിറ്റി എന്നത് വളരെ പ്രധാനമാണ്. നോക്കൂ, പാകിസ്ഥാൻ ഉയർത്തിയ ആരോപണം എന്താണ്? ഇന്ത്യ കളവ് പറയുന്നു, ഇന്ത്യ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ഞങ്ങൾക്ക് നേരിട്ടോ ഞങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കോ ബന്ധമില്ല.
അവിടെ ബന്ധമുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒന്നാം തരം അവസരമാണ് ഈ ഹാഷിം മൂസ ഉൾപ്പെടെയുള്ള ആളുകളെ ജീവനോടെ പിടികൂടുക എന്നത്. ശ്രീ പി ജെ വിൻസൻ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ ഏറ്റവും ഒരു നൈതികതയും പുലർത്താത്ത ഒരു രാജ്യം ഒരു വശത്ത്, ഏറ്റവും കൂടുതൽ നൈതികത പുലർത്തുന്ന മറ്റൊരു രാജ്യം ഇന്ത്യ മറുവശത്ത്. ഇത് വളരെ പ്രധാനമാണ്. ഇതുവരെ ഇപ്പോൾ നേരത്തെ ഡോക്ടർ മോഹൻപിള്ള പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കൽ പോലും ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല എന്നത്. അപ്പോൾ ഇക്കുറിയും കുറച്ചുകൂടി വിപുലമായ രീതിയിലേക്ക് ഈ ഒരു നെറ്റ്വർക്കിനെ തകർക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ ഇടപെടൽ അത് പ്രതീക്ഷിക്കാമോ? ഒരൊറ്റ വാക്കിൽ മറുപടി. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാം. നമ്മൾ മോഹൻപിള്ള സാറ് പറഞ്ഞു, നമ്മളിത് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത്ര മാന്യമായ ഒരു സൈന്യവും സിവിലൈസ്ഡ് ആയിട്ടുള്ളൊരു രാജ്യവും, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഈ നിരന്തരമായ അതിക്രമവും കൊലപാതകവും മാത്രമാണല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ നമ്മളുടെ ഒരു പൗരനെന്നതിലുള്ള ധാർമ്മിക രോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതാണ്. അല്ലാതെ ഇന്ത്യൻ സൈന്യം ഈ ദിശയിൽ തന്നെ ഏറ്റവും മാന്യമായി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശത്രുവിൻ്റെ തല അടിച്ച് തകർക്കാൻ കരുത്തുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ചോരയും മരണവും വിലാപവും മാത്രമാണോ എന്നുള്ള ഒരു സങ്കടവും ധാർമ്മിക രോഷവും തീരാത്ത വേദനയിൽ പറഞ്ഞു പോകുന്നതാണ്. അതോടൊപ്പം ഒറ്റ കാര്യത്തോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ യുദ്ധം ഇന്നത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ പാകിസ്ഥാന് അൺഇൻറ്ററപ്റ്റഡ് വെപ്പൺസ് ചൈനയിൽ നിന്ന് കിട്ടും, ടർക്കിയിൽ നിന്ന് കിട്ടും, ഒരുപക്ഷെ ഇറാനിൽ നിന്ന് കിട്ടിയേക്കാം. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ നമുക്കൊരു നിർണായക ഘട്ടത്തിൽ നൽകിക്കൊണ്ടിരുന്ന റഷ്യയിൽ നിന്ന് ഒന്നും കിട്ടില്ല. അവരുടെ വെടിക്കോപ്പെല്ലാം തീർന്നു, ഉക്രൈനിൽ പൊട്ടിച്ചു തീർത്തു. മറ്റൊരു രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ അവർ യുദ്ധമുഖത്താണ്. അവിടെ നിന്നും കാര്യമായ സഹായം കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഇത്തരം കൺസ്ട്രെയിൻറ്റ് കൂടി ഉണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഉചിതമായ മറുപടി കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. വളരെ നന്ദി ശ്രീ പി ജെ വിൻസെന്റ്, റിട്ടയർഡ് കേണൽ എസ് ഡിനി, ഡോക്ടർ മോഹനൻ പിള്ള, ഡോക്ടർ മോഹൻ വർഗീസ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ഈവനിങ് അവസാനിക്കുകയാണ്.